കണ്ണൂരിൽ റീൽ ചിത്രീകരിക്കാൻ ചുവന്ന വെളിച്ചം അടിച്ച് ട്രെയിൻ നിർത്തിച്ച ഒരു സംഭവമാണ് ഉണ്ടായത്. എറണാകുളം പൂനെ എക്സ്പ്രസ് ആണ് നിർത്തിച്ചത്. 2 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. സാരംഗ് സുരേഷാണ് കൂടുതൽ വിശേഷം പറയാൻ നമുക്കൊപ്പം ചേർന്നത്. സാരംഗ്, ഇത് എന്തൊരു അബദ്ധമാണ് ഈ കുട്ടികളൊക്കെ കാണിക്കുന്നത് അല്ലേ? ഒരു ട്രെയിനൊക്കെ ചുവന്ന വെളിച്ചം അടിച്ച് നിർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടി എന്തും കാണിക്കാം എന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു ജനത എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? ഒരു കുട്ടിക്കളിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിനോദമായിട്ടോ ഒന്നും തന്നെ നമുക്ക് അങ്ങനെ അവഗണിച്ച് പോകാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. കാരണം മുൻപും ഇടക്കാലത്തായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യാപകമായിട്ട് ട്രെയിനിന് നേരെ കല്ലെറിയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഇത്തരത്തിൽ റെയിൽവേ പാളത്തിന് മുകളിലേക്ക് ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് കോൺക്രീറ്റ് പാളി പോലും വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ, അതും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് +2 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റീൽ ചിത്രീകരണത്തിനായി റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത്. കാരണം കുട്ടികളുടെ കയ്യിൽ ലൈറ്റ് ഉണ്ട്, പക്ഷേ ഒരുപക്ഷെ ഈ വെളിച്ചമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടികളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നു. ഇതല്ല, ഇനിയിപ്പോൾ ആ വെളിച്ചം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ തോതിലൊരു സുരക്ഷാ പ്രശ്നം ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം ഇപ്പോഴും നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ്. പല പ്രശ്നങ്ങളും അവർ അത്രയും ലാഘവത്തോടു കൂടി കാണുന്നു, അല്ലെങ്കിൽ അത്രയും സിമ്പിളായിട്ട് കാണുന്നു. കാരണം എത്രയോ ആളുകളുടെ ജീവനോപാധിയാണ്, അതുപോലെ തന്നെ എത്രയോ ഉദ്യോഗസ്ഥരുടെ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ടൈമിങ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ സിഗ്നലിന് ഏതെങ്കിലും തകരാറ് കൊണ്ട് മറ്റൊരു ട്രെയിനൊക്കെ തന്നെ വരികയാണെങ്കിലാണ് ആ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലിയൊരു ദുരന്തമായി മാറിയത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. RPF-ഉം അതുപോലെ തന്നെ റെയിൽവേ പോലീസും തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരക്കാരെ ഈ പറഞ്ഞ റെയിൽവേ പാളത്തിൽ കല്ല് വയ്ക്കുന്നവരെയും റെയിൽവേ പാളത്തിൽ കോൺക്രീറ്റ് പാളി വയ്ക്കുന്നവരെയും കൊണ്ടതിനെ പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ സുരക്ഷാ സേന പൂർണ്ണമായിട്ടും. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ റീൽ ട്രെൻഡുമായിട്ട് വരുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ട് ഒരു ബംഗാൾ സ്വദേശി ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ കയറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ സ്വയം ഒന്ന് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ റീല് ചിത്രീകരണത്തിനായി എത്തുന്ന ആളുകൾ ഒഴിഞ്ഞ സ്ഥലങ്ങളോ കളിയിടങ്ങളോ. തീർച്ചയായും സാരംഗ്, ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ട്രെയിനൊക്കെ നിർത്തിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള റീല് ചിത്രീകരണമാണ് ഈ കുട്ടികളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. +2 പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണ്. ഇവരെന്തായാലും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്, ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും സാരംഗാണ് ഇതിന്റെ വിവരങ്ങൾ നൽകിയത്. ഈ റീൽസൊക്കെ നല്ലതാണ്, പക്ഷേ കുറച്ച് ബോധത്തോടെ വേണം ഇതൊക്കെ ചെയ്യാൻ എന്നതാണ് സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ. വലിയ അപകടമൊക്കെ ഉണ്ടായേനെ, പക്ഷേ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും ഉണ്ടാവാതെ പോയി എന്നതാണ്. ശരി.